ഇപ്പം പൊതുവെ ഫോണുകളിൽ നമ്മൾ ആപ്പ് മിനിമൈസ് ചെയ്താലും ബാക്ക്ഗ്രൗണ്ടിൽ അത് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പം എന്തെങ്കിലുമൊക്കെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അറിയുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ചില ആപ്പുകൾ ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ആ ആപ്പുകൾ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ആവില്ല. അപ്പം അതിൽ നിന്ന് നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബാറ്ററി പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഐഫോണിൽ എങ്ങനെ ചില ആപ്പുകൾ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ആവുന്നത് നമുക്ക് ഡിസേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഫോണിലുള്ള എല്ലാ ആപ്പുകളുടെയും ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ആപ്പുകളുടെ ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അത് ഓഫ് ചെയ്യണം. അപ്പോൾ ഡിഫാൾട്ടായിട്ട് എല്ലാ ആപ്പുകൾക്കും ഇത് ഓൺ ആയിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക. ഒരു എക്സാമ്പിളിന് എനിക്ക് കോൾ ഓഫ് ഡ്യൂട്ടി ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഗെയിം കളിക്കുമ്പോൾ മാത്രം ഇത് വർക്കായാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഓഫാക്കി വെക്കുക. അതിനുശേഷം ഈ ഒരു ആപ്പ് ഓപ്പൺ ആയാൽ മാത്രമേ അതിൻ്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു ആപ്പ് റിഫ്രഷ് ആവില്ല. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വലിയ യൂസ് ഒന്നുമില്ലാത്ത അപ്ലിക്കേഷൻസ് ഒക്കെ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ചില ഗെയിംസൊക്കെ ഇതുപോലെ ഓഫ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ആവില്ല. അപ്പം ഇതുപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ചില ആപ്പുകൾ മാത്രം ബാക്ക്ഗ്രൗണ്ടിൽ റിഫ്രഷ് ആവുന്നത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനി കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.